നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീക്കെൻഡ് എപ്പിസോഡ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ എന്താ പറയേണ്ടത്, ഈ പിഴിയലും ഞെക്കലൊന്നും അടി ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് ആദില നൂറമാറാണ്. എന്താണെന്നറിയില്ല, അവരോട് ചെറിയൊരു ഇതുണ്ട്, സോഫ്റ്റ് കോർണർ ഉണ്ട്. ബാക്കി എല്ലാവരും എന്തെന്നായാലും കുഴപ്പമില്ല. ഇപ്പോഴും വേറൊരു കാര്യം കൂടി മനസ്സിലായി, അക്ബറിന് ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടണം എന്നുള്ളത് ചില ആൾക്കാരുടെയൊക്കെ ആഗ്രഹമായിരുന്നു. അപ്പൊ നമുക്കും മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിന്നിയുടെയും അതുപോലെ അക്ബറിന്റെയും പിന്നെ ഇവരുണ്ടല്ലോ, റഫറിമാരുണ്ടല്ലോ, ആ റഫറിമാർ രണ്ടുപേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിന്നിക്ക് വേണ്ടിയിട്ടാണ് കളിച്ചിരിക്കുന്നത്. അല്ലേ ശരിയല്ലേ? അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും തന്നെ കണ്ണു കുറേ ഒട്ടം ചിമ്മീനി. അപ്പൊ ഇപ്പോഴും ഈ പിന്നെ കൂട്ടത്തിൽ നോക്കുമ്പോഴേക്ക് ഇവരെല്ലാവരും ഒരു ഗ്യാങ് ആണ്. അതിനകത്ത് അക്ബറില്ല. അക്ബറിന് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു കളി കളിച്ചിനി. പക്ഷെ ബിഗ് ബോസിന്റെ താല്പര്യം എന്തേലും അക്ബറിന് കിട്ടണമെന്നായിരുന്നു. അതുകൊണ്ട് മോഹൻലാലിനും അതൊരു ഇപ്പോഴും ഹിന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മോനെ അക്ബറെ, നിന്നെ തള്ളിക്കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ടാ, പക്ഷെ നീ ഒന്നും അങ്ങ് അടുക്കുന്നില്ലാന്ന്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അനീഷിന ഇന്ന് ഇവരെല്ലാവരും കൂടിയിട്ട് അങ്ങ് ടാർഗറ്റ് ചെയ്തു, അങ്ങ് ഞെക്കിപ്പിഴിഞ്ഞു, അങ്ങ് ഉണ്ടാക്കി. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ അങ്ങ് പൊളിച്ചടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ രാവിലെ മുതലെടുത്ത് ഇങ്ങനെ വെള്ളം കാച്ചി വെക്കുന്നുണ്ടായിരുന്നു. ആ വെള്ളം കാച്ചിയ ടീമിനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇനി എടുത്ത് കുളിച്ചിട്ട് മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങിക്കോ, അതാണ് നല്ലത്. ലാലേട്ട് ചോദ്യം ചെയ്തില്ല, അനീഷിനെ തന്നെയല്ലേ എല്ലാവരും കുറ്റം പറയുന്നുണ്ടായിരുന്നു. അനീഷാണ്. പക്ഷേ അതിൽ അനീഷിനെ കാട്ടിയും വലിയ പുള്ളികളുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞു കൊടുത്തില്ലേ? അനീഷ കാട്ടിയും വലിയ പുള്ളികൾ അവിടെ ഉണ്ട്. അനീഷ് അല്ല ശരിക്കും ടാസ്ക് കൊളാക്കിയത്. ടാസ്ക് കൊളാക്കേണ്ടത് അവിടെയുള്ള ചില ഗ്രൂപ്പുകളുടെ ആവശ്യമായിരുന്നു. മനസ്സിലായോ? പിന്നെ ഗ്രൂപ്പീസാണ്. അത് മാത്രല്ല, എന്റെ പൊന്നനുമോളെ, നിന്നെ താങ്ങി നിൽക്കുന്ന, നിന്നെ ഇതാക്കി നിൽക്കുന്ന ഇവിടെ കുറെ നാട്ടുകാരില്ലേ, അവരൊക്കെ നീ ഊളകളാക്കിക്കൊണ്ടിരിക്കുകയെന്ന്. ഉള്ള കാര്യം എന്താ പറയുന്നത്, അനുമോൾ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം എന്റെ എന്തൊരു പിടുത്താറ് അതിനെ കൈ അല്ലപ്പ. എന്നാൽ ഇങ്ങനെയുണ്ട് മനുഷ്യന്മാർ. എന്തിനില്ല ഒരു ഫ്രണ്ട്ഷിപ്പും അല്ല ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഇത് ട്രയാങ്കിൾ. ഇത് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ നൂറയും അതുപോലെ തന്നെ അനുമോളും തമ്മിൽ അടിയാന്ന് അടുത്ത് കാണാൻ പോകുന്നത് നമ്മള്. നീ കണ്ടോ, ഇത് അടിയാന്ന് കാണാൻ പോകുന്നത്. നീ ഇനി ആ പിള്ളമാരെ ഇനി അവറ്റകളെയും നീ ചിലപ്പോൾ ഡിവോഴ്സ് ആക്കിക്കുവായിരുന്നു. കാരണം വെച്ചാൽ അതാ ഇവിടെ കാണാൻ പോകുന്നത്. കാരണം എന്നറിയാം, ഇന്ന് ബിഗ് ബോസ് എന്തിനാ പിന്നെ ആ കൈ ഇങ്ങനെ കാണിച്ചത്? അത് മാത്രമല്ല, അത് കഴിഞ്ഞ പാടി നൂറേന്റെ നോട്ടവും കാണിച്ചു കഴിഞ്ഞോ, അതും നോക്കണം. ആ കൈ ഇങ്ങനെ ബിഗ് ബോസ് കാണിച്ചു, നമ്മൾ സൂം ചെയ്തിട്ട് ബിഗ് ബോസിനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അവിടെ ആക്ച്വലി ആദില നൂറ അനുമോൾക്ക് അല്ല, അങ്ങനെയാണ് ഇമോഷണൽ സപ്പോർട്ട്. എങ്ങനെയാണെങ്കിൽ ക്യാമറാമാനിന് കുറച്ച് താല്പര്യം ഉള്ള വിഷയത്തിലാണേ, അതുകൊണ്ടായിരിക്കും എന്നറിയാം. അല്ല, ഇവരതിങ്ങനെ കാണിക്കുമ്പോ തന്നെ അതിന്റെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഇവളെ മുഖം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആരുത്? ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള കാര്യത്തില്. പക്ഷെ അങ്ങനെയല്ല, നൂറല് ഇനിയിപ്പം ഇത് ഐഡിയ എന്നായിരിക്കും അറിയാം. ആരെങ്കിലും ഒരുത്തിന്റെ കഴുത്തിൽ കെട്ടിവെച്ചിട്ട് എനിക്കങ്ങ് പോയിരുന്നു പറയാൻ പറ്റൂല. ഇവിടെ അങ്ങനെയാണ്. ഒരുപാട് ഇപ്പൊ ഞാൻ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ അല്ല, ജിസേലിന്റെ ആര്യന്റെയും പ്രശ്നത്തിൽ ഇത്രയും പറഞ്ഞ ആള് തന്നെ ഇങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. അല്ല, ഞാൻ നിന്നോട് കാര്യം പറ്റേ, ഏഷ്യാനെറ്റ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുമോളും അല്ല ഇവര് പിന്നെ നൂറയും ആദിലയും പിരിയുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടില്ല. അപ്പൊ അവർക്ക് അവരുടെ മനസ്സിൽ പോലും തന്നെ ഇത് എങ്ങനെയെങ്കിലും നമ്മൾ പിരിച്ചു കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് പോകുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ പരമാവധി നെഗറ്റീവ് ആക്കിയിട്ടാണ് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം അഭിലാഷ് നാളെ പോവാന്ന്, ജിഷിൻ നാളെ പോവാന്ന് പറയുന്നു കേട്ടു. അതിന്റെ ഇടയ്ക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മരുന്ന് ലാലേട്ടനാടെ വെതറിയിട്ടാണ് പോയത്. അല്ലാതെ ഇത് വലിയ ആനക്കാര്യമൊന്നും അല്ല. ഇത് ഈ ജിസയിലും ആര്യനും ആര്യൻ ഒരു ക്ലൂ കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയത്. അത് ഞാൻ പറയുന്നത്, ഈ ജിസയിലും ആര്യനും അവിടെ കളിക്കുന്ന കളി എല്ലാവർക്കും അറിയാം. അത് വേറൊരു പ്രശ്നം. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈലും വലിയ ചീത്തയും തെറിയും കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊന്നും ചോദ്യം ചെയ്യാതെ എവിടെയോ ഉള്ള ഒരു ഇതും കൊണ്ട് വന്നിട്ട് ഇത് വലിയ മാസം അതില് ഈ അനീഷിനെ ഒരുപാട് ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്താ മുഖ്യം? മേ ബി നാളെ ചോദിക്കുമായിരിക്കും അല്ലെ? നാളെ ചോദിക്കുന്ന പ്രതീക്ഷിക്കാം. നാളെ ഇതേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ എന്ന് പറഞ്ഞാൽ വെള്ളവും കാച്ചി കാത്തിരിയിലായിരിക്കും എല്ലാവരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ അത് ചോദിക്കും, മേഡം ഇത്രയും നാളായിട്ട് നിങ്ങൾക്കൊന്നൊരു ബുദ്ധിയില്ലേ? എനിക്കതാണ്, ഞാനിന്ന് വീഡിയോയെ ചെയ്തിട്ടില്ല. അവസാനം എന്ന് പറഞ്ഞ് അനീഷിനോടുള്ള അറ്റാക്കുകൾ സഹിക്കാൻ വയ്യാതെ ഞാൻ പറഞ്ഞു, അനീഷിനെ ചവിട്ടി പുറത്താക്കി ലാലേട്ടൻ. പിന്നെന്നാ പറയണ്ടേ, അനീഷിനെ ചവിട്ടി പുറത്താക്കി ലാലേട്ടൻ. കരഞ്ഞുകൊണ്ട് അനീഷ് വെളിയിലേക്ക്.
മനസ്സിലാക്കണം നിങ്ങൾ. വേറെ എന്താ ചെയ്യാ? ശരിക്കും അനീഷിനെ ഫയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നല്ലോ ഇല്ലപ്പ അക്കനെ ഫയർ ചെയ്തൊന്നും ഇല്ല, മനസ്സിലായ? അങ്ങനെ ഫയർ ചെയ്ത വേറൊരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. എന്താ വെച്ചാൽ നിങ്ങൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ആദില നൂറമാരുടെ ഭാഗത്ത് ആര് കൂടിക്കഴിഞ്ഞാലും അവരെല്ലാം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പ്രേക്ഷകരെ ശത്രുക്കളാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം വരുന്ന പ്രേക്ഷകർ ഈ ആദിലക്കെതിരാ, വേറെ ഒന്നുമല്ല. പിന്നെ അനീഷും ഫ്രണ്ട്സ് ആയി എല്ലാരും പറയുന്നുണ്ടായിരുന്നല്ലോ അനീഷ് എങ്ങനെ വോട്ട് ചെയ്യല്? ഈ ആദിലൊക്കെ എങ്ങനെ അവരെല്ലാം വോട്ട് ചെയ്തത്? ആദിലെന്നെ നിർത്താൻ വേണ്ടിയിട്ടാന്ന്. അനുമോളക്കറിയാൻ ഞാനിവിടെ നിൽക്കുന്നു, അതുപോലെ നൂറക്കറിയാൻ ഞാൻ ഇവിടെ നിൽക്കുന്നു. എന്നാ പിന്നെ ഇവളെയും കൂടി നിർത്തണം. അങ്ങനെ അവരെ തന്നെ 2 വോട്ടായി. പിന്നെ എന്ന് പറഞ്ഞാൽ ബിന്നിക്കറിയാം ഉറപ്പായിട്ട് എന്ന് പറഞ്ഞാൽ ആദിലയുടെ വേണമെന്ന്. അങ്ങനെ ബിന്നിയും വോട്ട് ചെയ്തു. അങ്ങനെ ഇവരെല്ലാരും കൂടിയിട്ട് നോക്കിയിട്ട് ചെയ്ത് തന്നെയാണ്. ഗ്രൂപ്പായിട്ട് ചെയ്തത് തന്നെയാണ്. അത് അതിലൊക്കെയായോണ്ടാണ് ആ ഇമ്മ്യൂണിറ്റി കൊടുക്കാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതെല്ലാരും വിചാരിച്ച അക്ബറിനെ ചെയ്യുന്നത്. ഞാനും പ്രതീക്ഷിച്ചത് അക്ബറിന് അർഹതപ്പെട്ടത് തന്നെയാണ്. അതെ, അത് അക്ബറിനെ അർഹതപ്പെട്ടതിന് അത് അക്ബറിന് കൊടുക്കേണ്ടിയാണ്. പിന്നെ ഞാൻ വിചാരിച്ചതെന്നറിയാം, അതെ ഞാൻ ലാലേട്ടൻ അത് അക്ബറിന് കൊടുക്കാൻ തന്നെയാണ് കൊണ്ടുവന്നത്. ഇതിപ്പോ അതിലൊക്കെ ആണെന്ന് അങ്ങനെ കൊടുക്കായിരുന്നു. അതെ, അവിടെ അവര് ഗ്രൂപ്പിസം കാണിച്ചു, അവിടെയുള്ള കണ്ടസ്റ്റൻസ് അവര് എല്ലാരും ചേർന്നു. അപ്പോഴത്തേക്കും നന്മമരായി. അതിലേക്ക് ലക്ഷ്മിയുടെ ഒരു ഷോ ഓഫ് വേറെ. അയ്യോ, അതിന്റെ ഒരു കാര്യം, ഒരു സ്റ്റാൻഡും ഇല്ലാതെ ഒരു ടീമായിട്ടാ ഈ ലക്ഷ്മി എന്ന് പറയുന്നത്. അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അയ്യോ എന്തൊരു അവസ്ഥയായി ഇതിന്റെ മോളെ. ഈലും നല്ലത് ഈ ലക്ഷ്മിക്ക്, ഈലും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുന്ന് വിട്ടിട്ട് വേഗം വരുന്നയാന്ന്. എന്തൊരു തോൽവിയാന്ന്. ഇങ്ങനെ തോൽവി ഉണ്ടാവോ മനുഷ്യന്മാർ? എന്തൊരു തോൽവിയാന്ന്. ഞാൻ വിചാരിച്ചു ഭയങ്കര ഡബിൾ സ്റ്റാൻഡാണ്, ഭയങ്കര നിലപാടാണ്, നിലപാടുകളുടെ രാജ്യം. ഇപ്പൊ നോക്കുമ്പോഴേക്കില്ലേ ഒരു മാസമില്ലേ ഇപ്പൊ ആ നെവന്റെ ബാലും പിടിച്ചിങ്ങനെ നടക്കല. നെവിൻ എന്താ ചെയ്യുന്നത്? അതുപോലെ നെവിൻ അതെന്തിനാന്നറിയാ? അതായത് ഞാൻ നിന്നോട് പറഞ്ഞില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഓമാറിലും കൂടിയിട്ട് തന്നെ കൊട്ടുമെന്നുള്ള പേടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ കിടക്കട്ടെ, നെവന്റെ വാല് അതിന് വേണ്ടിയിട്ടാണ്. എന്തൊരു ഭയമായിട്ട് നിങ്ങൾക്കല്ല, അതാണ് ഞാൻ ആലോചിക്കുന്നത്. എടീ നിങ്ങൾ ആദ്യം ആലോചിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരോ പോക്കൃത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തന്തയും തള്ളയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാണ്ട് ഇവിടെ വന്നിട്ട് കുറേ എണ്ണം വന്നിട്ട് ഇവിടെ ഒരുപാട് എണ്ണത്തിന് വഴിതെറ്റിക്കുന്ന ചില ആൾക്കാർ ടീമും ഉണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നത്, ന്യൂമാറൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരോട് ഉപദേശിച്ച് ഇപ്പം ഞാൻ പറയില്ലേ, ഒരു നമ്മളിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടാവുള്ളൂ, അതുപോലെ ഊതിപ്പെരിപ്പിക്കുന്ന മറ്റുള്ളവരല്ലേ, അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. മൂന്നാമതൊരാൾ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അത് നിങ്ങൾ ഇവരെ അച്ഛനും അമ്മേനെയും എല്ലാം നോക്കിയാൽ മതി, അവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ബിഗ് ബോസ് ഷോ എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പോകുന്ന പ്രശ്നം വലിയതാക്കാന്നല്ലോ. അല്ല, ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യമാണ് ലാലേട്ടായിട്ട് ചീട്ടൊക്കെ കീറി കൊടുത്തത്. ഇല്ലെങ്കിൽ വല്ല സംഭരണം പോലെയാണ് ഇത്. മനസ്സിലായോ? അത് ശരിയാ. എപ്പോഴും എല്ലാ സീസണിലും ഒരാൾ നിർബന്ധമാണ്, 1-2 ആൾക്കാർ അല്ലേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ നാളെ പോകുന്നവരെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജിഷിൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റേ അഭിലാഷ്, ഇവരൊക്കെയാ പോകുന്നെന്ന് പറയുന്നത് കേട്ടത്. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോകുന്നതിന്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു മരുന്നും കൂടി എടുത്തിട്ട് പോയത്. അതിന്റെ കുഴപ്പമായിരിക്കും നാളെ മൊത്തോട്ടാ അല്ലേ? നാളെ കാണിക്കും അത്. അല്ല, നാളെ ലൈവ് ഉണ്ടാ? നാളെ ലൈവ് ഇല്ലല്ലോ. നാളെയല്ലേ കാണിക്കും ഇത്? മറ്റന്നാളെ കാണിക്കും അല്ലെ ഇതിന്റെ പ്രശ്നങ്ങള്? ഇന്നലത്തതല്ലേ? അല്ല, ഇന്ന് രാത്രി ലൈവില് കാണിക്കൂലേ? ഇല്ല, ഇന്ന് രാത്രി ലൈവ് ഇല്ലല്ലോ. നാളെ ഇന്ന് രാത്രി ലൈവ് ഇല്ല അല്ലേ? അത് ശരി. ഇന്ന് രാത്രി അവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അല്ല, ഇത് എന്തൊക്കെയോ ഇതിന്റെ അകത്ത് നടക്കുന്നുണ്ട്. വേറെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലാലേട്ടൻ വന്നൊരു വലിയ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് അവാർഡ് കിട്ടിയതും കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയി. അവാർഡ് കിട്ടിയത് അങ്ങനെ ആ ഒരു ഇത് തന്നെയാണ് ഇന്നുള്ളത്. ഏതായാലും എന്ന് പറഞ്ഞാൽ അതിൽ വളരെയധികം ആശംസകൾ ലാലേട്ടൻ നമ്മളെ ചാനലിന്റെ ഭാഗ്യം കൂടി നമ്മളെ ആശംസകൾ അറിയിക്കുകയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താ ഇന്ന് നടന്നത്? ഇന്ന് പിന്നെ അനീഷിന്റെ ആ കാര്യങ്ങള് ഒന്നും ചോദിച്ചിട്ടില്ല. ടാസ്കിന്റെ കാര്യങ്ങളേ പോയിട്ടുള്ളൂ. പിന്നെ നാരങ്ങന്റെ ടാസ്കിന്റെ കാര്യങ്ങൾ, അടിപിടി നടന്ന കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. മേ ബി അത് നാളെ ടച്ച് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യന് നല്ല വിഷമമായിട്ട് അഭിനയിക്കുന്നുണ്ട്, ജിസയിലും നല്ല വിഷമമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അത് വിഷമമൊന്നുമല്ല കേട്ടാ, ഇവന്മാരെങ്കിലും വലിയ കളി അതിന്റെ എനിക്ക് തോന്നി വളരെ ഇന്നസെന്റ് ഉള്ള കുട്ടി. ഇതെന്താണ് ലവ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം നശിപ്പിച്ച ദുഷ്ട, എന്റെ ജീവിതം
ഓവർ ആക്ടിങ് ആയിരിക്കും നാളെ വലി, മനസ്സിലായ? അതായത് ലവ് ട്രാക്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല. എന്നറിയാ ലവ് ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ലവ് ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചു കാലം നിൽക്കാൻ ജിസയിലും ആരിലും അറിയാം. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഗെയിമിൽ തന്നെയാ പോയത്. പിന്നെ ലാലേട്ടൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഈ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അത് മാത്രമല്ല, ഈ ലവ് ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊട്ടിച്ചു കൊടുന്ന് പണ്ട് ലാലേട്ടൻ കഞ്ഞി എടുക്കട്ടെ എന്ന് പറഞ്ഞതിന് മുമ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത് ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ലാലേട്ടന് ചോദിക്കേണ്ട പെങ്ങൾ പാസ് എല്ലാം കുറേ ഉണ്ട്. ഷാനവാസിനോട് ചോദിച്ചൂടെ, എനിക്ക് പെങ്ങൾ പാസ് എന്നാടോ ചോദിച്ചൂടെ, അത് ചോദിച്ചൂടെ. ഇപ്പൊ അനീഷ് പറഞ്ഞില്ലേ എനിക്ക് ഒരു പങ്ങളും ഇല്ല ഇടാന്ന് പറഞ്ഞില്ലേ, വെട്ടി തുറന്ന് പറഞ്ഞില്ലേ, ഒരു പങ്ങളും ഇല്ല, ഒരു ആംഗിളില്ല. എന്റെ പങ്ങളാണ്. അത് ആദ്യത്തെ ഒരു മോളുണ്ടായിരുന്നു, അതിന് അപ്പൊ തന്നെ വിട്ടി. അറിയാ നീ റെനമോള് മറ്റേ ഇയാളെ അല്ല, മറ്റേ മുൻഷീന്റെ മോളുണ്ടായിരുന്നു. മുൻഷി എന്റെ മോളെ പോലെയാണെന്നല്ല മറ്റേ അതും ആരും റെണിയാന്ന് എനിക്ക് തോന്നുന്നായിരുന്നു. ആ കാരണം മോള് അച്ഛൻ തന്താന്നല്ല മറ്റേ കുറേ എണ്ണം ഇങ്ങനെ കളിക്കുമായിരുന്നു, മനസ്സിലായ? അത് പണ്ടത്തെ അമ്മ 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 എന്ന് വിളിച്ചിട്ട് മറ്റേ സാഗർ പോയില്ലേ, അവസാനം എന്ന് പറഞ്ഞ നോമിനേഷൻ എത്തുമ്പോഴേക്ക് അമ്മയില്ല മോനില്ല. അമ്മേനെ പോലെ ലക്ഷ്മിയാ? എന്റെ ഭഗവാനെ, അനുമോള് ശരിക്കും എന്നെ തകർന്ന് തരിപ്പണായി പോയി കേട്ടാ. ഉള്ള കാര്യം എന്താ പറഞ്ഞല്ലേ, പ്ലാച്ചിയില്ല ഒന്നുമില്ല. പക്ഷെ ആദിലെ പൊങ്ങാൻ വിടൂല. ആദില എന്താ വെച്ചാൽ ആദിലൊക്കെ അറിയാം ഇവള് പൊങ്ങിക്കഴിഞ്ഞാൽ നൂറേന്റെ കാര്യം അതന്നെ ആദിലൊക്കെ അടുത്തും ഷാനവാസിന്റെ ഇവര് നല്ല പ്ലേയേഴ്സ് ആണെന്ന് അവർക്ക് അറിയാം. അനീഷിന്റെ അടുത്തും അതേപോലെ അതേ സ്ട്രാറ്റജി ഇറക്കാൻ നോക്കിയതാ. ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് പോലെ. അനീഷ് പക്ഷെ പോയിട്ട് പണിനോക്ക് വന്നേന്ന് പറഞ്ഞ അത്രയും. അനീഷിന് ആ ഇതിലെ ബന്ധം മാത്രമേ ഉള്ളൂ, ആ കഴിഞ്ഞിട്ടുള്ള ഒരു ബന്ധവും ഇല്ല. അങ്ങനെയാണെങ്കിൽ അനീഷ് ഷാനവാസൊക്കെ ആണെങ്കിലേ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയപാട് ഇങ്ങനെ പറഞ്ഞേനെ. മനസ്സിലായി? അനീഷ് എന്ന് പറയുന്ന സ്ട്രോങ് ഗെയിമർ അല്ല. ഇന്ന് രാവിലെ വരെ ഓരോരുത്തന്മാരെ ഇങ്ങനെ ഛർദിച്ചോണ്ട് ഇതാ. ഞാനും പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. ഞാനും വിചാരിച്ചു ഈശ്വര ഇനി ആദിലേന്റെ പേര് അനീഷും കൂടി പറയുമോ. ഞാൻ പറഞ്ഞില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ടേയില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇത് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവസാനം ഇത് റോങ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ പിരിഞ്ഞ തന്നെ. കാരണം ആ പിരിയൽ തന്നെ അനീഷിന്റെ മനസ്സിലുണ്ട്. ബോഡി പുല്ലായിരുന്നു, നിന്നെക്കാട്ടിയും ബില്ലോനെ കണ്ടു ഞാൻ ഇടാന്ന് കൃത്യമായിട്ട് പറയാതെ പറയുന്നുണ്ട് അനീഷ്. മനസ്സിലായി? അങ്ങനെയാണ് ഇത് ഇതാകുന്നത്. ശരിക്കും അതില് പുറത്തു പോയാലും അനുമോളുടെ ഒരു ഗെയിം വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് ഫ്രണ്ട്ഷിപ്പ് അല്ല, എന്ത് കണക്ഷൻ ആയാലും ഗെയിമും ആ കണക്ഷൻ ഒരു സൈഡിൽ കൂടിയും കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം. അല്ലാണ്ട് അതൊരിക്കലും ഗെയിമിനെ ബാധിക്കാൻ വേണ്ടി പാടില്ല. ഗെയിമിനെ മൊത്തമായിട്ട് പ്ലാച്ചിയൊന്നും കാണുന്നില്ല. ഫുൾ ടൈം കയ്യും പിടിച്ചിട്ട് നടക്കുന്ന മറ്റേ ഈ ഇത് നടക്കുന്ന പോലെയായിരുന്നു. ഒരു ഇമോഷണൽ സപ്പോർട്ട് ഒക്കെ വേണ്ടുന്ന തന്നെ. പക്ഷെ ഇങ്ങനെയൊന്നും ഒരാളെ നമുക്ക് അനുമോൾ അവിടെ ഒറ്റക്ക് നിന്നിട്ടുണ്ടെങ്കിലേ കളി വേറെ ലെവലായിരിക്കും. ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ പോലും അനുമോൾ ഒറ്റക്കാ നേരിട്ടത്. അത് മാത്രല്ല ഈ അനുമോൾ ഒറ്റക്ക് നേരിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അനുമോള് ഇനി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ ഹാപ്പിയാന്ന് പറഞ്ഞ അനുമോൾക്ക് ഇങ്ങനെ പേടി കൊടുക്കാൻ പാടില്ല. അതല്ലേ പറയുന്നത്. ഇനി എക്സ് ലവർ വരുമ്പോഴത്തേക്കും എന്തിനാ ഇത്രക്ക് അത് ആദിലെയും നൂറേയും ചെന്ന് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു. നീ സ്ട്രേഞ്ചർ അല്ലേ, നമ്മൾ ഒരാളടുത്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, അത് ചിലപ്പോ ബ്രേക്കപ്പ് ആയി പോകും, അയാളെ പിന്നെ കാണുന്നില്ല, കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എന്താ ചെയ്യുക. അതിന് വേറൊരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞു കേട്ടെ. അതായത് എക്സ് ലവിന്റെ കാര്യങ്ങളിൽ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളെ കയ്യിലും തെറ്റുണ്ട് എന്നുള്ള അർത്ഥത്തിലേക്ക് വന്നു. എന്ന കാരണം പറയാ കുറെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരു വിശ്വാസവും ഇല്ല. ആ ചെറുക്കൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പിന്നെ ഒന്ന് കാര്യം കുട്ടിയാക്കാ ഫ്രണ്ട്ഷിപ്പ് അത്രയും ഉണ്ടാവും. ഇല്ല ഓൾ ഉണ്ടാവും ഒന്ന് മുട്ടിയിട്ട് അത്ര തന്നെ. അങ്ങനെ ഇവര് തമ്മിൽ തെറ്റിയത് അത് വലിയ ഇതൊന്നും ഇല്ല. എന്താ പറയേണ്ടത്, ഇപ്പോഴത്തെ കാലഘട്ടമാണ്. അതുകൊണ്ട് ഒന്നിച്ച് ഇവന്മാരെയൊക്കെ മനസ്സിലൊക്കെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യില്ല ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോയിട്ട് കയത്തിലിട്ട് തള്ളിയിട്ട് ഇതാകുന്നില്ലേ? ഇല്ലേ? അത് ഫ്രണ്ട്സ് തന്നെയല്ലേ. ഫ്രണ്ട്സ് എല്ലാം പിന്നെ പിന്നെ ഇവര് കല്യാണം കഴിക്കും. ഞാൻ പറയുന്നത് ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് തന്നെയുള്ള ഒരുപാട് ഫ്രണ്ട്സുകൾ കാരണം ഒരുപാട് പേരുടെ ജീവിതം നശിച്ചിട്ടുണ്ട്. കാരണം ഇവരെല്ലാം പറയുന്ന ഫ്രണ്ട്ഷിപ്പാണ്, പക്ഷെ സ്വന്തം ഭാര്യക്കൊന്നും ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിച്ച ഒരു വിദ്വാൻ ഉണ്ടല്ലോ, ആ വിദ്വാന്റെ പിന്നെ ഭാര്യയും ഇവർ രണ്ടുപേരും ആദ്യ ഫ്രണ്ട്സ് എന്നാ പറഞ്ഞിന്. ഈ കല്യാണം മറ്റവരെ കല്യാണം കഴിക്കുമ്പോഴേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവര് കല്യാണം കഴിച്ചു വീണ്ടും ആ പെണ്ണിന്റെ ജീവിതം കട്ടപ്പൊക്കെയായോ. ഇതാണ് യുവമാരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇങ്ങനെ നാറിയ കൊണച്ചു കൂത്തിയ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒറ്റൊന്നും ഇങ്ങോട്ട് വരണ്ട. ഇപ്പൊ അനുമോള് ചെയ്തായാലും ആ ചങ്ങായി ചെയ്തായാലും രണ്ടും തെറ്റ് തന്നെയാണ്.
കൂടെ നടന്ന് ഈ തോളിലിരുന്ന് ചെവി അടിച്ച പോലെ എനിക്ക് തോന്നുന്നത്. അനുമോൾ അതൊരു ഗെയിം ആക്കി എടുത്തു, അത്രയേ ഉള്ളൂ. ബിഗ് ബോസിനാണെങ്കിൽ ബിഗ് ബോസിന് വളരെയധികം നെഗറ്റീവായ ഒരു കാര്യം തന്നെ വന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിനോട് ഇപ്പൊ എല്ലാവരും ആവശ്യപ്പെടുകയാണ് ബേതാലക്ഷ്മിയുടെ എക്സ് ഹസ്ബൻഡിന, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എക്സ് അനീഷിന്റെ എക്സ് വൈഫിന, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് 10ാം ക്ലാസ്സിൽ പ്രണയിച്ചവരാ, ഇങ്ങനെ എല്ലാവരെയും കണ്ടുപിടിച്ചിട്ട് എല്ലാരെയും കൊണ്ടുവരണം. അല്ല, ഹിന്ദി ബിഗ് ബോസിൽ ഈ ഒരു സംഭവം നടന്നിട്ട് ഭയങ്കര അത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം എല്ലാരെയും കൊണ്ടുവരണോ, എല്ലാരെയും കൊണ്ടുപോവാ ഒരാഴ്ച ഇടാൻ വേണ്ടിയിട്ട്, മനസ്സിലായ? അതല്ലേ വേണ്ടത് തമാശ കാണിക്കാൻ, അല്ലാതെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇതുവരെ പ്രമോഷൻ പേര് പിന്നെ വേറെ അത്രയല്ലേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. വേറെ പറയാനില്ല. ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സാബുമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ എനിക്ക് തോന്നുന്നത് അവിടെ ആരും ഈ സാബുവിനെ എങ്ങനെ എടുത്തത്, സാബുവിനെ എങ്ങനെ എടുത്തത് എന്ന് ഞാൻ പറയുന്ന കേൾക്ക്. ഞാൻ പറഞ്ഞില്ല, അവിടെ ബന്ധുക്കളും റിലേഷൻസും എല്ലാം വേണം. അതിൻ്റെ അത് ഈ ബിഗ് ബോസ് കേരളം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പണിയൊന്നുമില്ല. ഏതെങ്കിലും ഒരു പരിചയക്കാരൻ ഈ സാബുമോൻ കയറിയ അവസ്ഥക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാർക്ക് എല്ലാവർക്കും കയറാൻ അതിന്റെ അകത്ത്, മനസ്സിലാക്കി എനിക്ക് അല്ലേ? എന്തെങ്കിലും ഒരു വാക്ക് ആ ചങ്ങായി ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ അതിലേ പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് 2-3 ആൾക്കാർ പറയാം ഞങ്ങൾ ഒഴിവാക്കിനി. ഈ സാബുമേനയിൽ എടുത്ത അവസ്ഥക്ക് അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ 2 കൈ നീട്ടി സ്വീകരിക്കായിരുന്നു. ഞാൻ ഇതാരോ ബന്ധുക്കളുണ്ട് എങ്ങനെയാ ആ മൂലക്കേടി ചെയ്തോട്ട് സാബുവിനോട് പറഞ്ഞിട്ടുണ്ട് ആ കൊതുകിനെയും ഒന്ന് തല്ലിക്കൊല്ലണേ എന്ന് കൈക്ക് പറ്റുന്ന അതിന് വരുവൻ ആളെ വിളിക്കുമെന്നാണ്. ഞാൻ അങ്ങനെയല്ലേ, അതല്ലേ ഞാൻ ചോദിക്കുന്നത്. ഈ അനീഷൊക്കെ എന്തിനാ, ഈ അഭിലാഷൊക്കെ എന്തിനാ പറഞ്ഞത്? അഭിലാഷമാരും ഒരാഴ്ച കൂടി വെക്കണം. പിന്നെ ജിഷിന. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റ ബൈ ബൈ.